Good evening. Last video നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ചെക്ക്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, റിക്വസിറ്റ്സ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബെയറർ ചെക്കും, ഓർഡർ ചെക്കും, ഗിഫ്റ്റ് ചെക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഡേറ്റ്, ചെക്കിലെ ഡേറ്റ്സ് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡേറ്റിംഗ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ചെക്ക് അറ്റ് ദി സ്പേസ് പ്രൊവൈഡഡ് ഫോർ ദി പർപ്പസ് ഓഫ് ദി ചെക്ക്. ഒരു ഡേറ്റ് കോളം ഉണ്ടായിരിക്കും ചെക്ക് എഴുതുന്നതിന്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒരു ചെക്ക് എടുത്ത് നോക്കണം, എങ്ങനെയൊക്കെയാണ് അത് ഫില്ലപ്പ് ചെയ്യുന്നതെന്ന് നോക്കണം. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡേറ്റ് കോളം ഉണ്ടായിരിക്കും. അപ്പൊ എഴുതുന്ന ആള്, ഡ്രോയർ എന്ന് പറയുന്ന ആരാണ്? എഴുതുന്ന ആള് അവിടെ ഡേറ്റ് ഇട്ടിരിക്കണം. ഇനി ഡ്രോയർ ഡേറ്റ് ഇല്ലെങ്കിൽ അത് ബാങ്കിൽ ആരാണോ പ്രസന്റ് ചെയ്യുന്നത് അവരെങ്കിലും അതിനകത്ത് ഡേറ്റ് ഇട്ടിരിക്കണം കേട്ടോ. ബാങ്ക് ഒരിക്കലും അൺഡേറ്റഡ് ചെക്ക് പേയ്മെന്റ് തരത്തില്ല. പിന്നെ അടുത്തത് സ്റ്റെയിൽ ചെക്ക് എന്താന്നുള്ളതാണ്. സ്റ്റെയിൽ ചെക്ക് ഒരു ചെക്കിന് ഒരു വാലിഡ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞിട്ട് 3 months കഴിഞ്ഞിട്ടും സർക്കുലേഷനിലുള്ള ചെക്കിനെയാണ് പറയുന്നത് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. ചെക്ക് വിച്ച് വാസ് സർക്കുലേഷൻ ഫോർ എ അൺറീസണബിളി ലോങ് പീരീഡ് എന്നാ പറയുന്നത്. കുറേ നാളായിട്ട് സർക്കുലേഷനിലുള്ള, ഇപ്പൊ 1 വർഷം മുമ്പ് ഡേറ്റ് ഇട്ടിരിക്കുന്നു, കഴിഞ്ഞ ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഒക്കെ ഡേറ്റ് ഇട്ടിരിക്കുന്ന ചെക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെക്ക് എന്താണ്? സ്റ്റെയിൽ ചെക്കാണ്. സ്റ്റെയിൽ ചെക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഇൻവാലിഡ് ആണ് കേട്ടോ. 3 months ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണെങ്കിൽ അത് ഇൻവാലിഡ് ചെക്കായിരിക്കും. അത് ബാങ്കിൽ പ്രസന്റ് ചെയ്താൽ അവരത് തിരിച്ചു തരും. ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞ്, ഡേറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തരും. അപ്പൊ സ്റ്റെയിൽ ചെക്ക് ഇസ് നോട്ട് വാലിഡ്, ഇൻവാലിഡ് ചെക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റെയിൽ ചെക്ക് ഓർ ഔട്ട് ഓഫ് ഡേറ്റ് ചെക്കാണ്. ഡേറ്റ് കഴിഞ്ഞ ചെക്ക്, സ്റ്റെയിൽ ചെക്ക്. ദെൻ ആന്റി ഡേറ്റഡ് ചെക്കാണ് അടുത്തത്. ആന്റി ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് വിച്ച് ഹാസ് ഓൾറെഡി എലാപ്സ്ഡ്, ഡേറ്റ് കഴിഞ്ഞു പോയി. നമുക്കിപ്പോ 15th January നമ്മൾ പ്രസന്റ് ചെക്ക് ഇഷ്യൂ ചെയ്തെന്നാണ് 15th January. അതിനകത്ത് ചെക്ക് ഇഷ്യൂഡ് ഓൺ 15th January 2004 is given a date 4th January 2004. നമ്മളിപ്പോ ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന ചെക്കില് ഇന്നത്തേലും മുമ്പുള്ള ഡേറ്റ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതിനെയാണ് ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡേറ്റ് ഏർലിയർ ദാൻ ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന ചെക്കിന്, ഇന്നിപ്പോ എത്ര, 8th March 8th നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ കഴിഞ്ഞ 31st ഡേറ്റ് ഇടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചെക്കിനെയാണ് പറയുന്നത് ആന്റി ഡേറ്റഡ്, ആന്റി കേട്ടോ, ആന്റി ഡേറ്റഡ് ചെക്ക്. അപ്പൊ അത് വാലിഡ് ആണ്, അത് ഇൻവാലിഡ് അല്ല. ഇതിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആന്നേ ഉള്ളൂ. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. So anti-dated check does not become invalid provided it has not become a stale check. Stale ആയിട്ടില്ലെങ്കിൽ അത് വാലിഡ് തന്നെയാണ്. പിന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഉണ്ട്. ആന്റി ഡേറ്റഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന ചെക്കിന് നമ്മൾ ഇന്നത്തെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഇടുന്നതെങ്കിൽ അതിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഇന്ന് March 8th നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, നമ്മൾ ഇടുന്ന ഡേറ്റ് ഇപ്പോ ഈ മാസം 31st ഡേറ്റ് ഇട്ട്, അന്നേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളതേ ഉള്ളൂ. അങ്ങനെ ഡേറ്റ് ഇടുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന്റെ കഴിഞ്ഞുള്ള ഡേറ്റ് ആണ് ഇടുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ദി പേയ് or the holder of a post dated check has to wait till the arrival of a rate return. ആ ഡേറ്റ്, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് കുറച്ച് താമസിച്ചാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആക്കി കൊടുത്താൽ മതി. ഓക്കെ. ദെൻ മ്യൂട്ടിലേറ്റഡ് ചെക്കാണ്. മ്യൂട്ടിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കീറിയിട്ടൊക്കെ ഉള്ള ചെക്കാണെങ്കിൽ അതിനെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. അത് കീറിയ ചെക്കൊക്കെ ഇൻവാലിഡ് ആയിരിക്കും. ബാങ്കർക്ക് ചിലപ്പോൾ അത് വായിക്കാനായിട്ട് പറ്റത്തില്ല. അതിനകത്തുള്ള മെറ്റീരിയൽ ഫാക്ട്സ് എന്തെങ്കിലും, അതായത് ഡേറ്റോ എമൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ള ഭാഗം കീറുകയോ അല്ലെങ്കിൽ അത് ഡാമേജ്ഡ് ആകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെക്കിനെയാണ് പറയുന്നത് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഡാമേജ്ഡ് ചെക്കായിരിക്കും, പീസസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കീറി ഇരിക്കുന്ന ചെക്കായിരിക്കും. ഓക്കെ. ദെൻ മെറ്റീരിയൽ ഓൾട്ടറേഷൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഇതിനകത്ത്. മെറ്റീരിയൽ ഓൾട്ടറേഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും
ഓൾട്രേഷൻസ് എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് മെറ്റീരിയൽ ഓൾട്രേഷൻസ് എന്ന് പറയുന്നത്. ഓവർ റൈറ്റിങ്ങും ഓൾട്രേഷൻസ് ഒക്കെ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത് ഈ ചെക്കിനകത്ത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ that should be confirmed by the full signature of the drawer. Otherwise bank will refuse payment of the check. എന്തൊക്കെ മെറ്റീരിയൽ ഓൾട്രേഷൻസ് നോക്കാം? ഡേറ്റ്, എമൗണ്ട്, പ്ലേസ് ഓഫ് പേയ്മെന്റ്, നെയിം ഓഫ് പേ, ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ്, അതൊക്കെയാണ് മെറ്റീരിയൽ ഓൾട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ചെക്കിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് വരുന്നത് ബാങ്ക് ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഡ്രാഫ്റ്റ് അതിപ്പോ അധികം അങ്ങനെ യൂസ് ചെയ്യാനില്ല. പണ്ടൊക്കെ നമുക്കിപ്പോ വേറെ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ ഫീസൊക്കെ അടയ്ക്കണമെങ്കിൽ നമ്മൾ സാധാരണ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കിൽ പോയിട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കും. എന്നിട്ട് ഡ്രാഫ്റ്റ് ആണ് നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഈ ഡ്രാഫ്റ്റ് വെച്ചിട്ട് അവർക്ക് അവിടുത്തെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഓൺലൈൻ പേയ്മെന്റ് ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് അത്ര യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ എന്താ ബാങ്ക് ഡ്രാഫ്റ്റ് നോക്കി? Bank draft is an order to pay money drawn by one office of a bank to another office of the same bank for sum of money payable to order on demand. ഇപ്പൊ SBIയുടെ ഇവിടുത്തെ ബ്രാഞ്ചിൽ പോയി നമ്മൾ ബാങ്ക് ഡ്രാഫ്റ്റ് എടുക്കും, എന്നിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ ആ ബാങ്ക് ഡ്രാഫ്റ്റ് വെച്ച് അവർക്ക് ആ ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഇപ്പൊ കേരളയിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിൽ ആ ട്രിവാൻഡ്രത്തുള്ള SBIക്ക് നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കും. പണ്ട് കോർ ബാങ്കിങ് അല്ലായിരുന്നല്ലോ, ഓരോ ബ്രാഞ്ചും സെപ്പറേറ്റ് ബാങ്ക് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ബാങ്കിന് നിർദ്ദേശം കൊടുക്കുവാണ് യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും പൈസ, കേരള യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും പൈസ പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയാ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇറ്റ് ഈസ് an order by one bank of a bank to another. One branch of a bank to another. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ട് ഓർഡർ കൊടുക്കുകയാണ്. It is payable on demand. It contains an order to pay fixed amount of money to the person named in the draft or to his order. അതിൽ ആരുടെ പേരാണോ ഈ ഡ്രാഫ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പൊ വ്യക്തിയുടെ പേരാണെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കണം, യൂണിവേഴ്സിറ്റിയുടെ പേരാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പേ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചെക്കും ബാങ്ക് ഡ്രാഫ്റ്റും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം നമുക്ക് നോക്കാം. ചെക്ക് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. നമുക്ക് ഇപ്പൊ എനിക്ക് ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒരു ചെക്ക് വേറൊരാൾക്ക് ഇഷ്യൂ ചെയ്യാം. പക്ഷെ ഡ്രാഫ്റ്റ് ഓൾവേസ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക്. ബാങ്കിന് മാത്രമേ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ചെക്ക് is drawn by a customer on his bank. Bank draft is drawn by one office of a bank to another. Check can be made payable to the bearer. Draft cannot be made payable to bearer. അതിനകത്ത് എഴുതിയിരിക്കുന്നവർക്കേ അവർ പൈസ കൊടുക്കത്തുള്ളൂ. There is possibility of check being dishonored. ഡ്രാഫ്റ്റിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ പൈസ അടച്ചിട്ടാണ് ഡ്രാഫ്റ്റ് എടുക്കുന്നത്. ഫീസൊക്കെ ഇവിടെ കൊണ്ട് പൈസ അടച്ചിട്ട് ഡ്രാഫ്റ്റ് എടുക്കുക ചെയ്യുന്നത്. പേയ്മെന്റ് ചെക്ക് ക്യാൻ ബി ഈസിലി കൗണ്ടർമാൻഡ് ബൈ ദി ഡ്രോയർ. കൗണ്ടർമാൻ ചെയ്യാന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക. നമുക്ക് തന്നെ ബാങ്കിനോട് പറയാം ആ ചെക്ക് ഓണർ ചെയ്യേണ്ടെന്ന്. പക്ഷെ ബാങ്ക് ഡ്രാഫ്റ്റിന് അത് പോസിബിൾ അല്ല. ചെക്ക് ഈസ് കൺസിഡർഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, not considered as a negotiable instrument. Check is used as a means of settling business transactions. Bank draft ആണെങ്കിൽ mere remittance of മണിക്ക് വേണ്ടിയായിരുന്നു ബാങ്ക് ഡ്രാഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് ചെക്കും ബാങ്ക് ഡ്രാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ബിസിനസ് പർപ്പസിന് അല്ലെങ്കിൽ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടല്ല അധികം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടും ആകാം. പക്ഷെ ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിൽ നമ്മൾ പൈസ അടച്ചിട്ട് അവിടെ നിന്ന് ഡ്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് ആർക്കാണോ ഇത് കൊടുക്കുന്ന അവർക്ക് കൊടുക്കും. ആ ഡ്രാഫ്റ്റിലെ പേര് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഇത് അവിടെ കൊണ്ടുപോയി ഈ പേ അവിടെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമ്പോഴായിരിക്കും അതിനകത്ത് അവർക്ക് പൈസ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഹോൾഡർ. Section 8, subsection 1 of Negotiable Instrument Act 1881 defines holder of a negotiable instrument. ആരാന്ന് പറയുന്നുണ്ട്. Any person who is entitled in his own name to the possession thereof and to receive and recover the amount due thereon from parties liable thereto. അതായത് a person who is legally entitled to get the possession of negotiable instrument in his own name and to receive amount mentioned in the instrument.
അപ്പൊ ആരാണ് ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആർക്കാണോ എലിജിബിൾ ആയിട്ടുള്ളത്, അതിന്റെ പണം ആർക്കാണോ റിസീവ് ചെയ്യാനായിട്ട് അധികാരമുള്ളത്, അവരെയാണ് ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻ കേസ് ഓഫ് ബെയറർ ചെക്ക് ആണെങ്കിൽ ഹോൾഡർ എന്ന് പറയുന്ന ആരായിരിക്കും? ആ ബെയറർ ആയിരിക്കും. ഇൻ കേസ് ഓഫ് ഓർഡർ ചെക്ക് ആണെങ്കിൽ അതിൽ ആരുടെ പേരാണോ എഴുതിയിട്ടുള്ളത് അവരായിരിക്കും അതിനകത്തെ ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇൻ കേസ് ഓഫ് ചെക്ക് വിച്ച് ഹാസ് ബീൻ എൻഡോസ്ഡ്, എൻഡോസ്ഡ് എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്ത് വേറൊരാൾക്ക് കൊടുത്ത ചെക്ക് ആണെങ്കിൽ ദി ഹോൾഡർ ഈസ് ദി എൻഡോസി നെയിംഡ് ഇൻ ദി ചെക്ക്. ആർക്കാണോ നമ്മൾ പേര് എഴുതി കൊടുത്തിട്ടുള്ളത്, ഇപ്പം പേര് എഴുതിയിട്ട് വേറൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. ഗീതു എന്ന് പറഞ്ഞ് പേര് എഴുതി ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു, അതായത് ഗീതുവിന് കൊടുത്തു. അപ്പൊ ആരാണ് ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? ആരായിരിക്കും? ഗീതു ആയിരിക്കും. ഓക്കെ. അപ്പൊ പേഴ്സൺ ഹു ഈസ് ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദി പൊസിഷൻ, ആർക്കാണോ ലീഗലി അതിന്റെ പൊസിഷൻ വരുന്നതും അതിനകത്തെ പണം റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളതും ആരാണോ അവരായിരിക്കും ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് പൊസിഷൻ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് and to receive the amount mentioned in the instrument is treated as holder. Okay, അപ്പൊ അതാണ് ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഉണ്ട്. ഇനി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് എനി പേഴ്സൺ ഹു ഫോർ കൺസിഡറേഷൻ ബിക്കം ദി പൊസസർ of promissory note or bill of exchange or check if payable to bearer or the payee or endorsee thereof if payable to order before amount mentioned it become payable. നമുക്ക് നോക്കാം എന്താ ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കാം. അതായത് ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ നമ്മൾ സർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്നാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സർട്ടൻ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ടു ബിക്കം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും രണ്ടാണ്. ഹോൾഡർ ആരാന്ന് നമ്മൾ കണ്ടു. എലിജിബിൾ ആയിട്ട് പണം ആർക്കാണോ കിട്ടാൻ ആയിട്ടുള്ളത് അവരാണ് ഹോൾഡർ. ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകാൻ നോക്കാം. ഹി മസ്റ്റ് ഹാവ് ബിക്കം ദി ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ദാറ്റ് മീൻസ് എന്താണ്? ബെയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം. ബെയറർ ഓഫ് ദി, that means he should be the bearer if the instrument is bearer 1, or he should be the payee or endorsee if the instrument is order 1. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? he must have become the holder. ഹോൾഡർ ആയിരിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ആരാ ഹോൾഡർ എന്ന്. ആർക്കാ ഈ വ്യക്തിക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് എങ്ങനെയായിരിക്കണം? പണം കിട്ടാൻ അർഹതയുള്ള വ്യക്തിയായിരിക്കണം. അയാൾക്ക് മാത്രമേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആരായിരിക്കണം? ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം. ഹോൾഡർ ആരാന്ന് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ദാറ്റ് മീൻസ് എന്താണ്? ബെയറർ ആയിരിക്കണം, അല്ലെങ്കിൽ ഓർഡർ ചെക്ക് ആണെങ്കിൽ അതിനകത്ത് പേര് എഴുതിയിട്ടുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ എൻഡോസി ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താന്ന് നമുക്ക് നോക്കാം. ഹി മസ്റ്റ് ഹാവ് അക്വയർഡ് ദി ഇൻസ്ട്രുമെന്റ് ബിഫോർ ദി ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ്. ആ ചെക്ക് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മുടെ കയ്യിൽ വന്നിരിക്കണം ഈ ചെക്ക്. അതുപോലെ ഹി മസ്റ്റ് ഒബ്റ്റെയിൻ ദി ഇൻസ്ട്രുമെന്റ് ഫോർ വാല്യുബിൾ കൺസിഡറേഷൻ. ചുമ്മാ കിട്ടിയതാകാൻ പാടില്ല, നമ്മൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് കിട്ടിയതായിരിക്കണം. ഹി മസ്റ്റ് ഒബ്റ്റെയിൻ ദി ഇൻസ്ട്രുമെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് സഫീഷ്യന്റ് റീസൺ ടു ബിലീവ് ദാറ്റ് എനി ഡിഫക്ട് എക്സിസ്റ്റഡ് ഇൻ ദി ടൈറ്റിൽ ഓഫ് ദി ട്രാൻസ്ഫർ. എങ്ങനെയായിരിക്കണം ഇത് കിട്ടിയത്? ഗുഡ് ഫെയ്ത്തിലായിരിക്കും. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെക്ക് നമ്മുടെ കയ്യിൽ വരുമ്പോ ഇത് തന്ന ആള് അതിന്റെ ട്രൂ ഓണർ ആണെന്നും അത് ഒരു ഫ്രോഡിലൂടെയും അയാൾ എടുത്തതല്ല എന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മൾ ആ ചെക്ക് റിസീവ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. എന്താ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? അത് ഒരു നല്ല ചെക്കാണ്. നല്ല ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓണർ അത് ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റിയിലും റിസീവ് ചെയ്തതല്ല, വളരെ കറക്റ്റായിട്ട് ജോലി ചെയ്തുണ്ടാക്കിയ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ടുള്ള ചെക്കാണ്. അതിന്റെ ഓണർഷിപ്പ് ട്രൂ ആണ്
എന്നുള്ള ഉത്തമ ബോധ്യം. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉത്തമ ബോധ്യം, ട്രൂ ആണെന്നുള്ള ഉത്തമ ബോധ്യം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഈ ചെക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് about the title of the check. And he must have received an instrument which has no material defect ഒന്നും ഇല്ലാത്ത ചെക്കായിരിക്കണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ചെക്ക് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പറയാവുന്നതാണ് എന്ത്? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ കേട്ടോ. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഈ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു ചെക്ക് നമ്മൾ റിസീവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പറയാവുന്നതാണ് എന്ത്? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? He must have become the holder of the instrument. He must have acquired the instrument before the date mentioned in the instrument. He must have obtained the instrument for valuable consideration. He must have obtained the instrument in good faith. And he must have received the instrument which has no material defect. Okay, അപ്പോൾ മനസ്സിലായല്ലോ ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. Then the difference between holder and holder in due course. ഹോൾഡർ need not be a holder in due. ഹോൾഡർ ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഹോൾഡർ ഒരിക്കലും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല. കാരണം ഹോൾഡർക്ക് 3 കണ്ടീഷൻസ്, 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതേസമയം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്താണ്? ഹി മസ്റ്റ് ബി എ ഹോൾഡർ. സെക്കൻഡ് വൺ, ഹി മസ്റ്റ് ഒബ്റ്റെയിൻ ദി ഇൻസ്ട്രുമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ. ഹോൾഡറിൽ പറയുന്നില്ല നമ്മൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് വാങ്ങണമെന്ന്. മറ്റതിൽ എങ്ങനെയായിരിക്കണം? കൺസിഡറേഷൻ വേണം. He might have obtained the instrument before or after due ഡേറ്റിന് മുമ്പ് വാങ്ങണമെന്ന് ഹോൾഡറിൽ പറയുന്നില്ല. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൽ പറയുന്നുണ്ട് ഡ്യൂ ഡേറ്റിന് ശേഷം നമുക്ക് വാങ്ങാൻ പാടില്ല, അതിന് മുമ്പ് വാങ്ങണം. And he might have acquired the instrument with or without notice of any good faithൽ വേണമെന്ന് ഹോൾഡറിൽ പറയുന്നില്ല. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൽ എടുത്ത് പറയുന്നുണ്ട് you must have received the document with ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഉത്തമ വിശ്വാസത്തോടെ വാങ്ങുന്ന ഡോക്യുമെന്റ് ആയിരിക്കണം. Then title will not be better than that of the transferor. ഹോൾഡറുടെ കേസിൽ അയാൾക്ക് കിട്ടുന്ന ടൈറ്റിൽ അയാളുടെ ട്രാൻസ്ഫറിന്റെ ടൈറ്റിലും ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ആ തരുന്ന ആള് അത് ഫ്രോഡുലന്റ് ആയിട്ട് വാങ്ങി അതൊരു ഡിഫക്റ്റീവ് ടൈറ്റിൽ ആണെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുമ്പോഴും അത് ഡിഫക്റ്റീവ് ടൈറ്റിൽ തന്നെയായിരിക്കും. പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൽ ഹിസ് ടൈറ്റിൽ വിൽ ബി ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫറർ. എന്താ വ്യത്യാസം? എന്തുകൊണ്ടാ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൽ നമ്മുടെ ടൈറ്റിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയാൻ കാര്യം? കാരണം നമ്മൾ ഉത്തമ വിശ്വാസത്തോടെയാണ് വാങ്ങുന്നത് ഇതിന്റെ ടൈറ്റിൽ ഗുഡ് ആണെന്ന്. ആ ഉത്തമ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് അന്വേഷിച്ചിട്ടൊക്കെ വേണം വാങ്ങാനായിട്ട്. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ വി ആർ നോട്ട് റെസ്പോൺസിബിൾ. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് അത് നമ്മുടെ ടൈറ്റിൽ എന്തായിരിക്കും? ഗുഡ് ആയിരിക്കും. കാരണം വി ഹാവ് റിസീവ്ഡ് ഇറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഹിസ് പൊസിഷൻ ലെസ് സേഫർ ദാൻ ദാറ്റ് ഓഫ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന്റെ പൊസിഷനിലും വളരെ മോശം പൊസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് സേഫ്, ലെസ് സേഫ് ആയിരിക്കും ഏത്? ഹോൾഡറിന്റെ പൊസിഷൻ. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന്റെ പൊസിഷനാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത്. കാരണം ചെക്ക് കുറച്ചുകൂടി വാലിഡ് ആയിട്ടുള്ളതും കുറച്ചുകൂടി റിസ്ക് കുറവും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിലാണ്. And negotiables which pass through the hands of a holder is not free from defects. ഹോൾഡറുടെ കയ്യിലിരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഫ്രീ ഫ്രം ഡിഫക്ട്സ് ആകണമെന്നില്ല. പക്ഷേ ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന്റെ കയ്യിലിരിക്കുന്ന ചെക്ക് സാധാരണ രീതിയിൽ ഫ്രീ ഫ്രം ഡിഫക്ട്സ് ആയിരിക്കും. കാരണം അവർ കുറച്ചുകൂടി ചെക്ക് ചെയ്തിട്ടാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന്റെ കയ്യിൽ അത് സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫക്ട്സിൽ നിന്ന് റിലീവ്ഡ് ആയിരിക്കും. So these are the differences between holder and holder in due course. The next വരുന്നത് payment in due course ആണ്. Payment in due course. Payment in due course എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം നടത്തുന്ന പേയ്മെന്റിനെ ആയിരിക്കും പറയുന്നത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. Payment in due course. Payment in due course means payment in accordance with apparent tenor of the instrument in good faith and without negligence to any person in possession thereof. എന്തൊക്കെ ഇതിനകത്ത് പറയുന്നത് നോക്കാം. Payment should be made in accordance with apparent tenor of the instrument. Intention, അതായത് എന്താണ്? പേയ്മെന്റ് എങ്ങനെയായിരിക്കണം നടത്തുന്നത്? എങ്ങനെയായിരിക്കണം?
must be made in accordance with the intention of the parties as reflected on the check. അപ്പൊ ചെക്ക് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? പാർട്ടീസിന്റെ ഇന്റൻഷൻ അനുസരിച്ചിട്ടായിരിക്കണം ചെക്ക് പേയ്മെന്റ് നടത്തുന്നത്. It is not in accordance with intention of the parties. So to constitute a payment in due, payment should be made in accordance with the intention of the parties as reflected on the check. If the banker pays the amount of the following check, it is not in accordance with intention. ഏതൊക്കെ ചെക്കാണ് ഇന്റൻഷൻ അനുസരിച്ച് കൊടുക്കണ്ട എന്ന് പറയുന്നത്? സാധാരണ രീതി പറയുകയാണ് എങ്ങനെയാണ് ചെക്ക് പേയ്മെന്റ് നടത്തുന്നത്? In accordance with intention of the parties. ഇപ്പൊ നമ്മൾ പാർട്ടിയാണ്, നമ്മുടെ ചെക്കാണെങ്കിൽ നമ്മളുടെ ആഗ്രഹം അനുസരിച്ചാണ് ചെക്കിന്റെ പേയ്മെന്റ് നടത്തുന്നത്. നമുക്കിപ്പോ ഇന്ന് ചെക്ക് നമുക്ക് പേയ്മെന്റ് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡിമാൻഡ് ചെയ്താൽ നമുക്ക് ഇന്ന് തരും. നമ്മുടെ ആഗ്രഹമാണ് അവിടെ വലുത്. പക്ഷെ സർട്ടൻ കേസസിൽ അത് നോക്കണ്ട എന്നാണ് ബാങ്ക് പറയുന്നത്. എന്തൊക്കെ കേസാ? സ്റ്റെയിൽ ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ്, ക്രോസ്ഡ് ചെക്ക് അറ്റ് ദി കൗണ്ടർ, ചെക്ക് പേയ്മെന്റ് വിച്ച് ഇസ് കൗണ്ടർമാൻഡ് ബൈ ദി ഡ്രോയർ. ആ കേസിലൊന്നും ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് കൺസിഡർ ചെയ്യണ്ട. പിന്നെ പറയുന്ന പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. ബാങ്കർ എങ്ങനെയായിരിക്കണം പേയ്മെന്റ് നടത്തുന്നത്? ഗുഡ് ഫെയ്ത്തിൽ, അതായത് ഇതിന്റെ ട്രൂ ഓണർ ആണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം പേയ്മെന്റ് നടത്താൻ എന്ന് പറയുന്നത്. അതിനകത്ത് നെഗ്ലിജൻസ് ഒന്നും വരാൻ പാടില്ല. എന്തൊക്കെയാ നെഗ്ലിജൻസ്? എന്തൊക്കെയാ നെഗ്ലിജൻസ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു? നെഗ്ലിജൻസ് എന്തൊക്കെയാ? ക്രോസ്ഡ് ചെക്ക് ഒരിക്കലും കൗണ്ടറിൽ കൊടുക്കാൻ പാടില്ല. ക്രോസ്ഡ് ചെക്കിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ക്രോസ് ചെയ്ത ചെക്ക് എങ്ങനെ കൊടുക്കേണ്ട? അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. കൗണ്ടറിൽ കൊടുക്കാൻ മീൻസ് എന്താ? നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഓവർ ദി കൗണ്ടർ നമുക്ക് തരാൻ പാടില്ല. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. പിന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പ് കൊടുക്കാൻ പാടില്ല. അതായത് ഈ മാസം മാർച്ച് 31 ഡേറ്റ് ഇട്ടിരിക്കുന്ന ഒരു ചെക്ക് നാളെ ചെന്നാൽ കൊടുക്കാൻ പാടില്ല. പിന്നെ സ്റ്റെയിൽ ചെക്ക് കൊടുക്കാൻ പാടില്ല. പേയ്മെന്റ് ചെക്ക്, ദി പേയ്മെന്റ് വിച്ച് ഇസ് കൗണ്ടർമാൻഡ് ബൈ ദി ഡ്രോയർ. ഡ്രോയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ബാങ്കിനെ അറിയിക്കുകയാണ് ആ ചെക്ക് പേ ചെയ്യരുതെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൊടുക്കാൻ പാടില്ല. ഫെയിലിയർ ടു വെരിഫൈ ദി റെഗുലാരിറ്റി ഓഫ് ആൻ എൻഡോഴ്സ്മെന്റ്, ഫെയിലിയർ ടു വെരിഫൈ കറക്റ്റ്നെസ് ഓഫ് ഡ്രോയേഴ്സ് സിഗ്നേച്ചർ, ഇതൊക്കെ വെരിഫൈ ചെയ്യാതിരിക്കുന്നതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ പേയ്മെന്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞു ഇന്റൻഷൻ അനുസരിച്ച് കൊടുക്കണം പാർട്ടീസിന്റെ. രണ്ടാമത് പറഞ്ഞു ഗുഡ് ഫെയ്ത്തിൽ കൊടുക്കണം. മൂന്നാമത് പറയാണ് പേയ്മെന്റ് മസ്റ്റ് ബി മെയ്ഡ് ടു പേഴ്സൺ ഇൻ പൊസഷൻ. ആരുടെ കയ്യിലാണോ ചെക്ക് ഇരിക്കുന്നത് അവർക്ക് ആ പൊസഷൻ, ആരുടെയാണോ ഈ ചെക്ക് ആ പൊസഷൻ അനുസരിച്ച് വേണം കൊടുക്കാൻ. ഓർഡർ ചെക്ക് ആണെങ്കിൽ അതിനകത്ത് പേര് എഴുതിയിട്ടുള്ള ആൾക്ക് വേണം കൊടുക്കാനായിട്ട്. എൻഡോസ്ഡ് ചെക്ക് ആണെങ്കിൽ എൻഡോസിക്ക് വേണം കൊടുക്കാൻ. ബെയറർ ചെക്ക് ആണെങ്കിൽ പൊസസർക്ക് വേണം കൊടുക്കാനായിട്ട്. And payment should not be made to person under the circumstances that give reasonable ground for believing that he is not entitled to get payment. Payment കിട്ടാൻ അർഹതയില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല, ചെക്ക് പേ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ മണി, പണമായിട്ട് വേണം പേയ്മെന്റ് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. Okay, thank you.